ഈ കാറിൻ്റെ അകത്ത് ആകെ ഒരു ഡിസ്പ്ലേ ഉള്ളൂ. അതായത് സ്റ്റിയറിംഗ് വീലിൻ്റെ മുമ്പിൽ ഡിസ്പ്ലേ ഒന്നുമില്ല. ഈ ഒരു ഡിസ്പ്ലേയിലാണ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത്. സ്പീഡ് അങ്ങനെയുള്ളതൊക്കെ. ഇതിനകത്ത് ചാർജിങ് എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നും പിന്നെ എത്ര ആംബിയറിലാണ് ചാർജ് കറണ്ടെന്നും കാണിക്കും. പിന്നെ ഓട്ടോ പൈലറ്റ്, അതിൻ്റെ സെറ്റിങ്, ഓട്ടോ പൈലറ്റ് എത്ര സ്പീഡ് വെക്കണം എന്നുള്ളത്, പിന്നെ ലോക്ക്, ലൈറ്റ്, പിന്നെ സീറ്റുകളിൽ ചൂടാക്കുന്ന സീറ്റൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ ഡിസ്പ്ലേ, സ്കെഡ്യൂളിൻ്റെ അകത്ത് കാറ് പ്രീ കണ്ടീഷൻ ചെയ്ത് വെക്കുക. അതായത് ഹീറ്റിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണമെങ്കിൽ ഹീറ്റിങ് ഇത്ര സമയത്തുള്ള സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം. പിന്നെ സർവീസ്, അതിൻ്റെ അകത്ത് ടയറിൻ്റെ അകത്തുള്ള പ്രഷർ, പിന്നെ ഓണേഴ്സ് മാനുവൽ, വൈപ്പർ സർവീസ് മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നേ. ഇങ്ങനെ എന്താണ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ സെർച്ച് നോക്കി ഞാനത് കാണിച്ചു തരും എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ നാവിഗേഷൻ, ട്രിപ്പ് പ്ലാനർ, ഓട്ടോമാറ്റിക് നാവിഗേഷൻ, ഓൺലൈൻ റൗട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാഫിക്കിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് റൂട്ട് പ്ലാൻ ചെയ്യുന്ന ആണ്. പിന്നെ വൈഫൈ ഉണ്ട്. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ വൈഫൈ ആയിട്ടും കണക്ട് ചെയ്യാം. പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ ട്രിപ്പിൻ്റെ അകത്ത് എത്ര എനർജി ഉപയോഗിച്ചു എന്ന് കാണിക്കും. ഓരോ ട്രിപ്പിലും എത്ര സമയം എടുത്തു, എത്ര മൈല്, പിന്നെ ഓരോ മൈലിലും എത്ര വാട്ട് അവർ എടുത്തു. പിന്നെ ഇത് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ മെനു ആണ്. അതിൻ്റെ അകത്ത് ഓട്ടോ സെറ്റ് ചെയ്യാം. പിന്നെ സീറ്റ് ചൂടാക്കുന്നതുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ വിൻഷീൽഡ് വൈപ്പർ ചൂടാക്കുന്നത്, അതിനും 3 ലെവലുണ്ട്. സീറ്റ് ചൂടാക്കുന്നതിനും 3 ലെവലുണ്ട്. സ്റ്റിയറിംഗ് വീലിലും 3 ലെവലുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ചൂടാക്കുന്നത്, ഐസും സ്നോയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ നല്ലതാണ്. പിന്നെ പുറകിലത്തെ ഗ്ലാസ് ചൂടാക്കുന്നത്, പിന്നെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്നത്, അത് 3 ലെവലാണെന്ന് തോന്നുന്നു. പിന്നെ ഫുള്ള് ഹൈ സ്പീഡിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ടർബോ മോഡ് അങ്ങനെ നല്ലൊരു മോഡ് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ പുറകിലത്തെ സീറ്റ് ചൂടാക്കാം, അതിന് 3 ലെവല്. നടക്കുന്ന സീറ്റ് ചൂടാക്കാം, അതിന് 3 ലെവല്. ഫ്രണ്ടിലത്തെ സീറ്റുകളും ചൂടാക്കാവുന്നതാണ്. പിന്നെ എല്ലാം ഒരുമിച്ച് ഓഫാക്കാനുള്ള ഒരു സ്വിച്ചും ഉണ്ട്. അല്ല, സ്വിച്ചല്ല, ഒരു മെനു ഉണ്ട്. പിന്നെ ഇത് റിവേഴ്സിൻ്റെ അകത്ത് എടുക്കുമ്പോൾ 3 ക്യാമറയെ കാണിക്കുന്നുണ്ട്. വലതുവശം, ഇടതുവശം, ഏറ്റവും പുറകിൽ. അപ്പോൾ തൊട്ടടുത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. ഇതിൻ്റെ ക്ലാരിറ്റി എനിക്കിഷ്ടപ്പെട്ടു. ഈ ക്യാമറയുടെ ക്ലാരിറ്റിയും പിന്നെ ആ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റിയും നന്നായിട്ടുണ്ട്.